جئتك قاصدا أرجو رضاك وأحتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك أنت الذي لما توصل آدم من ذلة بك فاز وهو أباك يا أكرم الثقلين يا كنز الورى جدني بجودك أرضني برضاك أنا طامع منك بجود لم يكن لأبي حنيفة في الأنام سواك ഉമ്മത്ത സയ്യിദന മുഹമ്മദ്. ബഹുമാനമുള്ള ഉലമാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്ന മുസ്ലിം സഹോദരങ്ങളെ, സഹോദരികളെ, സുന്നത്ത് ജമാഅത്തിൽ നമ്മളെ അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. സുന്നത്ത് ജമാഅത്ത് നിന്നോളൂ, നമ്മളെ സേവൊന്നും വേണ്ട, അള്ളാഹു നിർത്തും ചെയ്യും. പക്ഷേ നമ്മൾ അതിലായും കൊണ്ട് തന്നെ നിന്ന് പോരണം. അല്ല കുറച്ച് കാലം കഴിയുമ്പോൾ എന്തെല്ലോ സാധനമായി മാറിക്കൂടെ? ഇപ്പോഴെങ്ങനെയല്ല കാണുന്നത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ നമ്മളാരെന്ന് പറഞ്ഞ് നടക്കണ കുറച്ച് ആളുണ്ടല്ലോ. ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ ആള് മറ്റതൊന്നും ശരിയല്ല, സുല്ലാനല്ലേ ഓരോ പുറത്താക്കിയവരാണ്. ആര് പുറത്താക്കിയതാ? നമ്മൾ ഇറങ്ങിപ്പോന്നാടാ. സുന്നത്ത് ജമാഅത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ. ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ. ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം. നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നാടാ. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം എപ്പിനെ ബാക്കിയുള്ള ആരും കണ്ടിട്ടില്ല. പിന്നെ ഈ CM മൂപ്പര വാക്കാണ് എന്നെ ഇതിൽ ഓർപ്പിച്ചത്. നിങ്ങൾ ഹക്കമലാണ്, ഹക്കിൻ്റെ മേൽ ഉറച്ചു നോക്കണം. ഹയാത്ത് കാലത്ത് നമ്മളുമായിട്ടുള്ള ബന്ധം നിങ്ങളറിയില്ല. എന്നോട് വളരെയധികം കർശനമായി സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞു മൂപ്പര. അതുകൊണ്ട് നീ അന്താരൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേലില്ല. അപ്പുറം നമ്മൾ ഉസ്താദിക്ക് അന്താരൽ ഹക്ക് വളരെ ശക്തമായി നീച്ചെന്ന് പറഞ്ഞാളാ. അതുകൊണ്ട് അതിൽ നിന്ന് മാറിപ്പോകരുത്. എനിക്കൊരു ദിക്റ് പറഞ്ഞെന്നേക്ക് ഞാൻ ശരിക്കും നടന്നോളാന്ന് പറയും. അതല്ല പറയണത്. നീ അതിൻ്റെ ചെയ്യണത് തന്നെ മതി, അതിൻ്റെ അപ്പുറമൊന്നും വേണ്ട. തീർച്ചയായ പണി അള്ളാഹുന്നും സാധിപ്പിച്ചിട്ടുണ്ട്. അതാ വലിയ കാര്യം. ഇപ്പോഴും എൻ്റെ പണിയൊക്കെ തന്നെയാണ് ദർസ. ഇപ്പോൾ കരോഞ്ഞിച്ച് സ്ഥലത്തിന് വന്നാലും ദർശമാണെന്ന് ആള് പറയും. അതൊന്ന് അവരെ പറഞ്ഞതിൻ്റെ ഫല. അതുകൊണ്ട് അവൻ നമ്മളീ അള്ളാഹു ആ റസൂലിൻ്റെ ഹദറത്തിൽ അവള് സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടിത്തരട്ടെ. സേവനപാതയിൽ കർമ്മകുശലതയുടെ കരുത്തുറ്റ പാഠങ്ങളുമായി 5 പതിറ്റാണ്ടിന്റെ ചൈതന്യധന്യമായ പ്രവർത്തനം കാഴ്ചവെച്ച സമസ്ത കേരള സുന്നി യുവജന സംഘം ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ സയ്യിദ് ഉള്ളാൾ തങ്ങൾ നടത്തിയ പ്രസംഗം സംഘടനയുടെ നയവും തീരുമാനവുമായിരുന്നു. അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് അവകാശത്തെ ഹനിച്ച അധികാരിവർഗങ്ങൾക്ക് കനത്ത താക്കീതായിരുന്നു ഓരോ വാക്കുകളും. ഒരുപാട് സമരപ്രഖ്യാപനങ്ങൾക്കും ചരിത്ര സംഗമങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ അവകാശബോധത്തിന്റെ ആർജവ തീരത്തേക്ക് നയിച്ച പ്രഭാഷണം, കടലിനെപ്പോലെ ശാന്തതയും ആർദ്രതയും രൗദ്രഭാവവും കോപതാപങ്ങളും നിറഞ്ഞുനിന്ന പ്രഭാഷണം, ഓരോ മനസ്സിനെയും ഓർമ്മപ്പെടുത്തലുകളുടെ തിരമാലകൾ നിറച്ച ഗോൾഡൻ പ്രഭാഷണം. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. വളരെ തുച്ഛം ആളുകൾ മാത്രം വിശ്വസിച്ചു. ഒടുവിൽ അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം കേണപേക്ഷിച്ച് പറഞ്ഞു, പടച്ചവനെ, എന്റെ ആളുകളെ ദഅഉതു ഖൗമി ലൈലൻ വനഹാറ
ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ ജനങ്ങളെ രാവും പകലും മുഴുവൻ ഇതിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. ഞാൻ എത്ര ഇങ്ങോട്ട് ക്ഷണിക്കോ അത്രയും അവ പിന്നോട്ട് ഓടുകയാണ് റബ്ബേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അല്ലാഹു പറഞ്ഞു, ഏ നൂഹ് നബിയെ, പറഞ്ഞിട്ട് കാര്യമില്ല. ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന. ഇപ്പം എത്ര തുച്ഛാൾ വിശ്വസിച്ചു അവരല്ലാതെ ഇനി ഒരൊറ്റൊന്നും വിത്തിനുള്ള ഒന്നും ഇസ്ലാം